നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കാറുണ്ടല്ലേ. നാളെ നാളെ എന്ന് പറഞ്ഞത് അവസാനം നീളയാവും, ഒരിക്കലും നടക്കില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ പറ്റില്ല, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ചില ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. 2 മിനിറ്റ് ടെക്നിക്ക് എന്നൊരു ടെക്നിക്കുണ്ട്, ഹാബിറ്റ് എന്നുള്ള ഒരു ബുക്കിലുള്ളതാണ്. 2 മിനിറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ 2 മിനിറ്റ് എങ്കിലും അത് ചെയ്തിരിക്കുക. ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചാൽ 2 മിനിറ്റ് പോകുമെന്ന് നിങ്ങൾ റൂൾ ഉണ്ടാക്കുക, 2 മിനിറ്റ് പോയിരിക്കുക. 2 മിനിറ്റ് പോയാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് പതുക്കെ കൂടിക്കോളും. ആ 2 മിനിറ്റ് ടെക്നിക്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അങ്ങനെ കുറേ ദിവസം സ്റ്റിക്ക് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഒരു ഹാബിറ്റായിട്ട് പതുക്കെ മാറുകയും പിന്നെ അത് വലിയ കാര്യമില്ലാതെ മാറുകയും ചെയ്യും. രണ്ടാമത്, എത്ര വലിയ കാര്യം ചെയ്യണമെങ്കിലും അതിനെ വലുതായിട്ട് കാണാതെ അതിനെ ചെറുതായിട്ട് മുറിച്ചായിട്ട് ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത്രയും വലിയ ബുക്കുകളൊക്കെ ഞാൻ പഠിച്ചത് ചെറിയ പീസായിട്ട് മുറിച്ചായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ സാധനങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് ഏതൊരു ടാസ്ക്കും വലിയ കാര്യങ്ങൾ പോലും അതിനെ ചെറുതായിട്ട് എഴുതി ചെറിയ ടാസ്ക് ആക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോമോഡോറോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കുവാണെങ്കിൽ 25 മിനിറ്റ് മാത്രം വർക്ക് ചെയ്യുക. 25 മിനിറ്റ്സ് ക്രൂഷ്യലായിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുക. ഒരു പാട്ട് കേൾക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമഡി കാണുകയോ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം. വീണ്ടും 25 മിനിറ്റ് വർക്ക് ചെയ്യുക. അങ്ങനെ 4 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് ശരിക്കും നമ്മുടെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ചെറിയ വിജയത്തിലൂടെ നമുക്ക് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് പറ്റും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ചില ടെക്നിക്സാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്.